ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് സദ്യ സ്പെഷ്യലായിട്ടുള്ള അടപ്രഥമൻ ഉണ്ടാക്കാം അല്ലേ? അപ്പം അതിന് ഞാനിവിടെ 300 ഗ്രാം മട്ടാട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കി അരിച്ചൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 4 നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി അടി കട്ടിയായിട്ടുള്ള ഒരു ഉരുളിപ്പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ഉരുകി ചൂടായൊക്കെ വന്നപ്പോഴില്ലേ നമ്മൾ എടുത്തു വെച്ച അടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് വറക്കണ സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് അധികം വെള്ളം തന്നെ എടുത്തിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ അടയൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. എനിക്കൊരു 10 മിനിറ്റോളം വേണ്ടി വന്നിട്ട് അട വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അട കോരി എടുക്കുന്നുണ്ട്. ഇനി അതിനെ ഒരു 4 പ്രാവശ്യം പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അട വറുത്തായ ഉരുളിപ്പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിച്ച് മാറ്റി വെച്ച ശർക്കരയില്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കഴുകി മാറ്റി വെച്ച അട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി കുറുകി വരണം കേട്ടോ നമുക്ക് ഈ അടയും ശർക്കരയും കൂടി. അപ്പോൾ ഈ 300 ഗ്രാം അടക്ക് 600 ഗ്രാം ശർക്കര എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള മധുരം തന്നെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കൂടുതൽ മധുരവും ഇല്ല, എന്നാൽ മധുരം കുറവായിട്ടില്ല. പാകത്തിനൊത്തൊരു മധുരത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പം നല്ല പോലെ തന്നെ വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സമയത്തില്ലേ 1 ടീസ്പൂൺ നെയ്യ് ഇടണം കേട്ടോ. ഞാനത് മറന്നു പോയിട്ട് 3-ാം പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല പോലെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു പിഞ്ച് കണ്ടില്ലേ, ആ ഒരു പിഞ്ച് ഉപ്പ് മാത്രം ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഇനി നല്ല പോലെ തന്നെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. നല്ലപോലെ തന്നെ വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ. നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതും നല്ല പോലെ തന്നെ ഒന്ന് വറ്റി കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ നല്ല പോലെ നമ്മൾ കുറുക്കി ഇങ്ങനെ വറ്റിച്ചെടുക്കൂലേ, അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. 2-ാം പാൽ ഒഴിച്ചിട്ടും നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കില്ലേ 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പായസത്തിന് ആവശ്യത്തിനുള്ള കുറുക്കൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് അടപ്പത്തുനിന്ന് മാറ്റി വെക്കണേ. പിന്നെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായി ഒക്കെ വന്നപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരി നന്നായിട്ട് തന്നെ ഇങ്ങനെ വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.